PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി ഡീസന്റ് റിട്ടേൺ നൽകുന്ന ഒരു സ്റ്റോക്കായി മാറിക്കഴിഞ്ഞു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 1.8% ഉയർന്ന് 3341 ക്ലോസിംഗ് നൽകി. 2.22 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.37, ഡിവിഡൻഡ് yield 0.8%, 52 വീക്ക് ഹൈ 3428. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 70% റിട്ടേണും 2024 മാത്രം 18% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 144% റിട്ടേണുമാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. കമ്പനിക്ക് തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകൾ മൂലമാണ് സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള റാലി കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സൈഡിൽ നിന്നും 1173 കോടി രൂപയുടെ പുതിയൊരു കോൺട്രാക്റ്റ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഗ്യാസ് ടർബൈൻ ആക്സിലറീസ്, സ്പെയർസ് എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 1173 കോടി രൂപയുടെ പുതിയ കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ആൻറ്റിക് എന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് ഏജൻസി 3618 രൂപയുടെ ടാർഗറ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹിസ്റ്ററി നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 180% റിട്ടേണും കഴിഞ്ഞ 3 വർഷം കൊണ്ട് 574% റിട്ടേണും നൽകി. കൂടാതെ PSU സെക്ടറിലെ കമ്പനിയാണ്, തുടർച്ചയായ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിൽ മാത്രം 22 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ നേവിയിൽ നിന്നും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും മാത്രമല്ല ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഓർഡർ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. റീസെൻ്റ്ലി ഗയാന ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും 194 കോടി രൂപയുടെ ഒരു ഓർഡറും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചിരുന്നു. ഹിന്ദുസ്ഥാൻ 228 കമ്മ്യൂട്ടർ എയർക്രാഫ്റ്റുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് ഗയാന ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചത്. അതായത് 194 കോടി രൂപയുടെ ഓർഡർ മറ്റൊരു രാജ്യത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന ഡോണിയർ എയർക്രാഫ്റ്റുകളുടെ മിഡ് ലൈഫ് അപ്ഗ്രഡേഷൻ പ്രോജക്റ്റും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചു. ഏകദേശം 25 ഡോണിയർ എയർക്രാഫ്റ്റുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് 2890 കോടി രൂപയുടെ ഓർഡറാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൈഡിൽ നിന്നും കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. കമ്പനിക്ക് ലഭിക്കുന്ന ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കിന് ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗും 3129 രൂപയുടെ ടാർഗറ്റ് നൽകി. ഈ ടാർഗറ്റ് ആൾറെഡി സ്റ്റോക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. UBS എന്ന ബ്രോക്കേജ് ഏജൻസി 3600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം കമ്പനിക്ക് ലഭിക്കുന്ന ഓർഡറുകളാണ്. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 80,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് 2026 ഫിനാൻഷ്യൽ ഇയറിൽ 2.4 ലക്ഷം കോടിയിലേക്ക് ഉയരും എന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് 3600 രൂപയുടെ ടാർഗറ്റാണ് UBS നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ആയിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന LCA തേജസ് മാർക്ക് 1A എയർക്രാഫ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് വിജയകരമായി പൂർത്തിയാക്കി എന്ന അപ്ഡേറ്റ്. ആൾറെഡി ഇന്ത്യൻ എയർഫോഴ്സിന് 97 LCA മാർക്ക് 1A ഫൈറ്റർ എയർക്രാഫ്റ്റ് നൽകുന്നതിനുള്ള ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചിരുന്നു. 65,000 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ LCA പ്ലെയിൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 48,000 കോടി രൂപയുടെ ഓർഡറും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൈഡിൽ നിന്നും ലഭിച്ചു. ഈ പ്രോജക്റ്റും ഏകദേശം വിജയകരമായി കമ്പനി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. റീസെൻ്റ്ലി സ്റ്റോക്കിന് 3000 എന്ന ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഒന്ന് ഇടിഞ്ഞപ്പോൾ സ്റ്റോക്കിന് 3000 എന്ന ലെവലിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചു. അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും 3327 ട്രേഡ് ചെയ്യുന്നു. 3350 മുകളിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് 3500, 3600 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. ഷോർട്ട് ടൈം മൊമെൻറ്റം ഇൻടാക്റ്റ് ആയതുകൊണ്ട് ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 3000 എന്ന സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലെ തന്നെ FMCG സെക്ടറിലെ കൺസിസ്റ്റൻ്റ് കോമ്പൗണ്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്.
കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വരുൺ ബിവറേജ് 1% ഉയർന്ന് 1399 ക്ലോസിംഗ് നൽകി. 1.82 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 88.43, ഡിവിഡൻഡ് ഈൽഡ് 0.12%, 52 വീക്ക് ഹൈ 1561, 52 വീക്ക് ലോ 667. ഇയർ ടിൽ ഡേറ്റിൽ, അതായത് 2024 മാത്രം വരുൺ ബിവറേജ് ലിമിറ്റഡ് ഇൻവെസ്റ്റേഴ്സിന് 12% റിട്ടേൺ നൽകി. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 50% റിട്ടേണും ഓൾ ടൈമിൽ 2000% മുകളിൽ റിട്ടേണും നൽകി. സൗത്ത് ആഫ്രിക്കൻ ബോട്ട്ലർ കമ്പനിയായ ബെവ്കോയുടെ അക്വിസിഷൻ വരുൺ ബിവറേജ് പൂർത്തിയാക്കി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. 2023 ഡിസംബർ മാസത്തിലായിരുന്നു വരുൺ ബിവറേജ് ലിമിറ്റഡ് ബെവ്കോ എന്ന കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള പ്ലാൻ പ്രഖ്യാപിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി, അതായത് മാർച്ച് 26 കമ്പനി 100% സ്റ്റേക്ക് അക്വിസിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബെവ്കോ എന്ന കമ്പനിക്ക് സൗത്ത് ആഫ്രിക്കയിലെ പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി റൈറ്റുള്ള കമ്പനിയാണ്. ഇതോടൊപ്പം തന്നെ നമീബിയ, ബോട്സ്വാന തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് ഉണ്ട്. കൂടാതെ ബെവ്കോ അതിൻ്റെ തന്നെ ചില ബിവറേജ് പ്രോഡക്റ്റുകളും ആഫ്രിക്കൻ മാർക്കറ്റിലെത്തിക്കുന്നു. ഹൈ കൊഫീൻ കണ്ടൻറ്റ് ഡ്രിങ്കായ റെഫ്രഷ്, എനർജി ഡ്രിങ്കായ റീബൂസ്റ്റ്, ഫിസി ലെമണേഡ് ഡ്രിങ്കായ ജൈവ് തുടങ്ങിയ പ്രൊഡക്റ്റുകൾ ബെവ്കോയുടേതുണ്ട്. കൂടാതെ ബെവ്കോ എന്ന കമ്പനിക്ക് 3600 ബോട്ടിൽ പെർ മിനിറ്റ് എന്ന റേറ്റിൽ ബിവറേജ് ബോട്ടിൽ നിർമ്മിക്കാനുള്ള മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയുമുണ്ട്. ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി വരുൺ ബിവറേജ് ലിമിറ്റഡ് അതിൻ്റെ ഫുട് പ്രിൻ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി, അതായത് വരുന്ന 4 വർഷം 5.3% CAGR കൂടിയുള്ള ഗ്രോത്താണ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ 21.8% വർദ്ധിച്ച് 16,000 കോടിയായി ഉയരുകയും ചെയ്തു. വരുൺ ബിവറേജ് ലിമിറ്റഡിനെയും അനലിസ്റ്റുകൾ ബൈ ചെയ്യാനും സ്റ്റോക്കിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. വരുൺ ബിവറേജ് ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 14% അപ്സൈഡിൽ 1600 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. 52 വീക്ക് ഹൈക്ക് അടുത്തുള്ള ടാർഗറ്റാണ് നൽകിയത്. അതായത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഫ്രിക്കൻ മാർക്കറ്റിലേക്ക് കൂടി കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. കൂടാതെ സ്നാക്സ് സെഗ്മെൻറ്റിലേക്കും കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2023-26 കറണ്ട് ഇയറിൽ കമ്പനിയുടെ എബിറ്റയിൽ 21% ഗ്രോത്തും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 22% ഗ്രോത്തും അനലിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വരുൺ ബിവറേജ് ലിമിറ്റഡിന് 1600 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. റീസെൻ്റ്ലി സ്റ്റോക്ക് 1350 എന്ന സോണിൽ എത്തിയപ്പോൾ ബോട്ടം ലെവലിൽ നിന്നുള്ള ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് 1400 കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്സൈഡിൽ 1500, 1600 തുടങ്ങിയ ടാർഗറ്റുകളും ഡൗൺ സൈഡിൽ 1350 സ്ട്രോങ് സപ്പോർട്ടും 1300 സൈക്കോളജിക്കൽ സപ്പോർട്ടും വരുൺ ബിവറേജ് ലിമിറ്റഡിനുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്